ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാ മക്കളും ടീച്ചറിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പലതരം വാഹനങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു അല്ലേ? ഏതൊക്കെ വാഹനങ്ങളാ? റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങൾ, പിന്നെയോ വെള്ളത്തിൽ കൂടി പോകുന്ന വാഹനങ്ങൾ, പിന്നെയോ ആകാശത്ത് കൂടി പോകുന്ന വാഹനങ്ങൾ, പിന്നെ പാളങ്ങളിൽ കൂടി പോകുന്ന വാഹനം ഉണ്ടല്ലേ? ഇന്ന് ടീച്ചർ വന്നതേ റോഡിൽ കൂടി പോകുന്ന 3 ചക്രമുള്ള ഒരു വാഹനത്തിൻ്റെ പാട്ടും കഥയും എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരാനാണ്. റോഡിൽ കൂടി പോകുന്ന 3 ചക്രമുള്ള ആ വാഹനം ഏതാ മക്കളെ? ഏതാ? ആ, ഓട്ടോറിക്ഷ അല്ലേ? എല്ലാ മക്കൾക്കും അറിയാമല്ലേ ഓട്ടോറിക്ഷ? ഇതാ 3 ചക്രമുള്ള ഒരു കുഞ്ഞു വാഹനമല്ലേ? കുറച്ച് യാത്രക്കാർക്ക് മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു കുഞ്ഞു വാഹനം. എല്ലാ മക്കൾക്കും ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? എന്നാലേ ടീച്ചർ ഈ വാഹനത്തിൻ്റെ ഒരു കുഞ്ഞു കഥയും പാട്ടും പറഞ്ഞു തരട്ടെ. എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കണേ. ഒരിടത്ത് മുത്തു എന്നൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ആരാ മക്കളെ? മുത്തു എന്നൊരു ഓട്ടോറിക്ഷ. ഒരു ദിവസം മുത്തുവിനൊരാഗ്രഹം. ആഗ്രഹം എന്താണെന്നല്ലേ? പട്ടണത്തിലൊന്ന് പോകണം, അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണണം. എവിടേക്കാ? പട്ടണത്തിൽ. പണ്ട് പണ്ടൊരു ഓട്ടോറിക്ഷ, മുത്തു എന്നൊരു ഓട്ടോറിക്ഷ, പട്ടണം കാണാൻ പോയി, പട്ടണം കാണാൻ പോയി. പണ്ട് പണ്ടൊരു ഓട്ടോറിക്ഷ, മുത്തു എന്നൊരു ഓട്ടോറിക്ഷ, പട്ടണം കാണാൻ പോയി, പട്ടണം കാണാൻ പോയി. അങ്ങനെ മുത്തു പട്ടണത്തിലെത്തി. പട്ടണത്തിലെത്തിയ മുത്തുവിന് വളരെയധികം സന്തോഷമായി. ഹായ്, എന്തെല്ലാം കാഴ്ചകൾ! ഒത്തിരി വാഹനങ്ങൾ, ചെറുതും വലുതുമായ വാഹനങ്ങൾ. മുത്തു വളരെ സന്തോഷത്തോടെ പട്ടണമാകെ ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ അതാ അങ്ങ് ദൂരെ ഒരു നീളമുള്ളൊരു വാഹനം പോകുന്നു. മുത്തു വളരെ അതിശയത്തോടെ ആ വാഹനത്തെ നോക്കി നിന്നു. റോഡായ റോഡെല്ലാം ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ, റോഡായ റോഡെല്ലാം ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ, മുത്തു കണ്ടു നല്ലൊരു കാഴ്ച, മുത്തു കണ്ടു നല്ലൊരു കാഴ്ച. എന്താ കാഴ്ച? ചീറിപ്പായും തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, പാളത്തിലോടും തീവണ്ടി, നീളത്തിലോടും തീവണ്ടി. ചീറിപ്പായും തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, പാളത്തിലോടും തീവണ്ടി, നീളത്തിലോടും തീവണ്ടി. മുത്തു എന്താ കണ്ടത്? പാളത്തിൽ കൂടി പോകുന്ന ഒരു തീവണ്ടിയാണ് മുത്തു കണ്ടത് അല്ലേ മക്കളെ? മുത്തു വളരെ അതിശയത്തോടെ ആ തീവണ്ടിയെ നോക്കി നിന്നു. അപ്പോൾ മുത്തുവിനൊരാഗ്രഹം. എനിക്കും ആ തീവണ്ടിയെപ്പോലെ വളരെ വേഗതയിലൊന്ന് ഓടണം. എന്താ ചെയ്യുക? ഞാനും ആ പാളത്തിലെത്തിയാൽ എനിക്കും അതുപോലെ വേഗതയിൽ ഓടാൻ കഴിയുമല്ലോ. മുത്തു അങ്ങനെ ചിന്തിച്ചു. മുത്തുവിനുണ്ടായി മോഹം, പാളത്തിലോടുവാൻ മോഹം, മുത്തുവിനുണ്ടായി മോഹം, പാളത്തിലോടുവാൻ മോഹം. അങ്ങനെ മുത്തു പാളത്തിലെത്തി. പാളത്തിലെത്തിയ മുത്തുവിന് പക്ഷെ ഓടാൻ കഴിയുന്നില്ല. മുത്തു വളരെ സങ്കടത്തോടെ പാളത്തിൽ നിന്നു. അയ്യോ, എനിക്ക് ഓടാൻ പറ്റുന്നില്ലല്ലോ. മുത്തു വളരെ വേഗം ഓടാൻ ശ്രമിച്ചു. പക്ഷെ മുത്തുവിന് ഓടാൻ കഴിയുന്നില്ല. പാവം പാവം മുത്തുവിന് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, പാവം പാവം മുത്തുവിന് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. മുത്തു വളരെ സങ്കടത്തോടെ പാളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതാ അവിടെ ഒരു ബസ്സമ്മാവൻ വരുന്നു. മുത്തുവിനടുത്തേക്ക് ഒരു ബസ്സമ്മാവൻ വന്നു. ബസ്സമ്മാവൻ മുത്തുവിനോട് ചോദിച്ചു, എന്താ മുത്തു നീ ഇവിടെ നിൽക്കുന്നത്? നീ എന്തിനാ ഈ പാളത്തിൽ കയറിയത്? അപ്പോൾ മുത്തു പറഞ്ഞു, ബസ്സമ്മാവ ബസ്സമ്മാവ, എനിക്കും ഈ തീവണ്ടിയെപ്പോലെ വളരെ വേഗതയിൽ ഓടാൻ വേണ്ടിയാണ് ഞാൻ ഈ പാളത്തിൽ കയറിയത്. പക്ഷെ എനിക്ക് ഓടാൻ കഴിയുന്നില്ല ബസ്സമ്മാവ. മുത്തു വളരെ സങ്കടത്തോടെ
ബസമ്മാവനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ബസമ്മാവൻ പറഞ്ഞു, അതുവഴി വന്നൊരു ബസമ്മാവൻ മുത്തുവിനോടായി ചൊല്ലിയല്ലോ, അതുവഴി വന്നൊരു ബസമ്മാവൻ മുത്തുവിനോടായി ചൊല്ലിയല്ലോ, റോഡിലോടും വണ്ടിക്ക് പാളത്തിലോടാൻ കഴിയില്ല, റോഡിലോടും വണ്ടിക്ക് പാളത്തിലോടാൻ കഴിയില്ല. ബസമ്മാവൻ മുത്തുവിനോട് എന്താ മക്കളെ പറഞ്ഞത്? നമുക്ക് റോഡിൽ കൂടി യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് റോഡിൽ കൂടി മാത്രമേ യാത്ര ചെയ്യാവൂ, പാളത്തിലൊന്നും നാം കയറാൻ പാടില്ല. ഓരോ വാഹനത്തിനും അതിൻ്റേതായ നിരത്തുകളുണ്ട്, അതിൽ കൂടി മാത്രമേ നമ്മൾ യാത്ര ചെയ്യാവൂ. ഇത് കേട്ട മുത്തു തൻ്റെ തെറ്റു മനസ്സിലാക്കി പതിയെ പാളത്തിൽ നിന്നും റോഡിലേക്കെത്തി. എന്നിട്ടോ വീണ്ടും പുതിയ പുതിയ കാഴ്ചകളൊക്കെ കണ്ട് മുത്തു സന്തോഷത്തോടെ യാത്രയായി. ഈ കഥയും പാട്ടും എൻ്റെ മക്കൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? എന്നാലേ ആരാ മക്കളെ പട്ടണത്തിൽ പോയത്? നമ്മുടെ മുത്തു ഓട്ടോറിക്ഷയല്ലേ. പട്ടണത്തിലെത്തിയ മുത്തു എന്തെല്ലാം കാഴ്ചകൾ കണ്ടു? ഒത്തിരി കാഴ്ചകൾ കണ്ടല്ലേ? ചെറുതും വലുതുമായ വാഹനങ്ങളൊക്കെ കണ്ടല്ലേ മക്കളെ? അപ്പോൾ മുത്തു അങ്ങ് ദൂരെ എന്താ കണ്ടത്? ഒരു നീളമുള്ളൊരു വാഹനം പോകുന്നത് കണ്ടു. ഏതാ? തീവണ്ടി, ട്രെയിൻ പോകുന്നത് കണ്ടല്ലേ? അപ്പോൾ മുത്തുവിന് എന്താ ആഗ്രഹമായിരുന്നു? എനിക്കും അതുപോലെ ആ പാളത്തിൽ കൂടി ഓടണമെന്ന് തോന്നിയല്ലേ മുത്തുവിന്? അപ്പോൾ മുത്തു എന്തു ചെയ്തു? പാളത്തിലെത്തിയ മുത്തുവിന് ഓടാൻ കഴിഞ്ഞോ മക്കളെ? പറ്റിയില്ലല്ലേ. സങ്കടത്തോടെ നിന്നപ്പോൾ അവിടെ ആരാ വന്നത്? നമ്മുടെ ബസമ്മാവൻ വന്നു അല്ലേ മക്കളെ? ബസമ്മാവൻ മുത്തുവിനോട് എന്തു പറഞ്ഞു? നമുക്ക് പാളത്തിലൊന്നും കയറാൻ പാടില്ല, റോഡിൽ കൂടി മാത്രമേ യാത്ര ചെയ്യാവൂ എന്ന് പറഞ്ഞു അല്ലേ? ഇത് കേട്ട മുത്തു തൻ്റെ തെറ്റു മനസ്സിലാക്കി പതിയെ പാളത്തിൽ നിന്നും റോഡിലെത്തി. വീണ്ടും പുതിയ പുതിയ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ യാത്രയായല്ലേ മക്കളെ? ഈ കഥയും പാട്ടും എൻ്റെ മക്കൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? എല്ലാ മക്കളും ഈ കഥ പറയുകയും പാട്ട് പാടുകയും ഒക്കെ വേണം കേട്ടോ. ടാറ്റാ. ഹായ് മക്കളെ, എല്ലാവരും സന്തോഷത്തിലാണല്ലോ. എന്താ സന്തോഷത്തിന് കാരണമെന്ന് ടീച്ചറിനറിയാം. കഥപ്പാട്ടൊക്കെ കേട്ട് എല്ലാവരും സന്തോഷത്തിലിരിക്കുകയാണല്ലേ. എന്നാലേ മക്കളെ, ടീച്ചർ ഇന്ന് വാഹനങ്ങളുടെ കുറച്ച് ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണുന്നത്? പരിചയപ്പെട്ടാൽ മാത്രം പോരാ, ആ വാഹനങ്ങളിൽ കുറേ വ്യത്യാസങ്ങളുണ്ട് മക്കളെ. അതൊന്ന് നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും റെഡിയല്ലേ? റെഡിയാണല്ലേ? എന്നാലും മക്കളെ എല്ലാവരും ഇതിലേക്ക് നോക്കിയേ. ഹായ്, ഏതൊക്കെ വാഹനങ്ങളാ മക്കളെ? ഏതൊക്കെയാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഏതാണ്? ബൈക്ക്, സൈക്കിൾ. ഏതൊക്കെയാണ് മക്കളെ? ബൈക്ക്, സൈക്കിൾ അല്ലേ? എന്നാലും മക്കളെ ഇതിലേത് വാഹനമാണ് വലുത്? ഏതാണ്? എല്ലാവരും ഒന്ന് ഉറക്കി പറഞ്ഞേ. ഏതാണ്? ബൈക്കാണല്ലേ വലുത്. എന്നാലേ ഈ സൈക്കിൾ എങ്ങനെയാ മക്കളെ മുന്നോട്ട് നീങ്ങുന്നത്? എങ്ങനെയാണ് നീങ്ങുന്നത്? നമ്മുടെ കാലുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യും? ചവിട്ടിക്കറക്കുമ്പോൾ എന്ത് ചെയ്യും? സൈക്കിള് മുന്നോട്ട് നീങ്ങുമല്ലേ? അങ്ങനെയല്ലേ? എന്നാലേ ബൈക്ക് ഓടണമെങ്കിൽ എന്ത് വേണം? ഇന്ധനം വേണം അല്ലേ? എന്ത് വേണം മക്കളെ? ബൈക്ക് ഓടണമെങ്കിൽ എന്ത് വേണം? ഇന്ധനം വേണം. എന്നാലേ മക്കളെ ഇതിലെ ഏത് വാഹനത്തിന് വേഗത കൂടുതൽ? ഏതാണ്? ആരോ പറയുന്ന ടീച്ചർ കേട്ടല്ലോ. ഏത് വാഹനമാണ്? ബൈക്കിനാണ് വേഗത കൂടുതലല്ലേ? ഏതിനാണ് മക്കളെ? ബൈക്കിനാണ് വേഗത കൂടുതൽ. എന്നാലേ മക്കളെ ബൈക്ക് ഓടുമ്പോൾ ശബ്ദമുണ്ടോ? ഉണ്ടല്ലേ? എന്നാൽ സൈക്കിൾ ഓടുമ്പോൾ ശബ്ദം ഉണ്ടോ മക്കളെ? ഉണ്ടോ? ഇല്ലേ ഇല്ല. സൈക്കിൾ ഓടുമ്പോൾ പുക പോകാറുണ്ടോ? ഇല്ലേ ഇല്ല. എന്നാലേ ബൈക്ക് ഓടുമ്പോൾ എന്തൊക്കെയുണ്ട്? ശബ്ദവും പുകയും ഒക്കെ ഉണ്ടല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ? കണ്ടിട്ടുണ്ട്. ഇഷ്ടമായോ മക്കൾക്ക്? ഈ ചിത്രങ്ങൾ ഇഷ്ടമായോ? എന്നാൽ ടീച്ചർ അടുത്ത ചിത്രങ്ങൾ കാണിച്ചു തരട്ടെ. റെഡിയല്ലേ എല്ലാവരും? നോക്കിയേ മക്കളെ. ഹായ്, ഏതൊക്കെ വാഹനങ്ങളാണ്? ഒന്ന് ഉറക്കി പറഞ്ഞേ എല്ലാവരും. ഏതൊക്കെയാണ്? കപ്പൽ, വള്ളം. എല്ലാവരും കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ടല്ലേ? ഏതിലൂടെ പോകുന്ന വാഹനങ്ങളാ മക്കളെ ഇത്? എവിടെ കൂടെയാ? വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളാണല്ലേ? അല്ലേ? ഇതിലെ ഏത് വാഹനമാ വലുത്? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഏതാണ് മക്കളെ? കപ്പലാണ് വലുതല്ലേ? ഏതാണ്? കപ്പലാണ് വലുത്. എന്നാലേ വള്ളം എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാ മക്കളെ വള്ളം എങ്ങനെയാ പോകുന്നത്? തുഴയുപയോഗിച്ച് തുഴഞ്ഞാണ് പോകുന്നതല്ലേ? വള്ളം എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? തുഴയുപയോഗിച്ച് തുഴഞ്ഞാണ് പോകുന്നതല്ലേ? എന്നാലേ കപ്പൽ എങ്ങനെയാ മുന്നോട്ട് നീങ്ങുന്നത്? എൻജിൻ ഉപയോഗിച്ചാണ് കപ്പൽ മുന്നോട്ട് നീങ്ങുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ, വള്ളം എന്തിനാ ഉപയോഗിക്കുന്നത്? ആരോ പറയുന്ന കേട്ടല്ലോ. എന്തിനാണ്? മീൻ പിടിക്കാൻ മാത്രമല്ല കേട്ടോ. എന്തിനാണ്? യാത്ര ചെയ്യാനും വള്ളം ഉപയോഗിക്കുന്നുണ്ടല്ലേ? എന്നാലേ കപ്പലും എന്തിനാ ഉപയോഗിക്കുന്നത്? യാത്ര ചെയ്യാനാ. പിന്നെയുണ്ട്, വള്ളത്തിലെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യാത്ര ചെയ്യിപ്പിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ കപ്പലിലാണെങ്കിലോ കൂടുതൽ ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും? യാത്ര ചെയ്യിപ്പിക്കാൻ കഴിയുമല്ലേ? ഇഷ്ടമായോ മക്കൾക്ക് ഈ ചിത്രങ്ങൾ? എന്നാലേ ടീച്ചർ അടുത്ത ചിത്രം കാണിച്ചു തരട്ടെ. നോക്കിയേ. ഹായ്, ഏതൊക്കെ വാഹനങ്ങളാണ്? ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളാണല്ലേ? ഏതൊക്കെയാണ് മക്കളെ? എയ്റോപ്ലെയിൻ, ഹെലികോപ്റ്റർ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ടല്ലേ? നോക്കിയേ മക്കളെ, നമ്മുടെ വിമാനത്തിന് എന്തുണ്ട്? ചിറകുണ്ടല്ലേ? എന്തുണ്ട്? ചിറകുണ്ടല്ലേ? ഇവിടെ നോക്കിയേ, ഹെലികോപ്റ്ററിന് എന്തുണ്ട്? ഫാൻ ഉണ്ടല്ലേ? എന്തുണ്ട് മക്കളെ? ഫാൻ ഉണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങൾ? കണ്ടിട്ടുണ്ടല്ലേ? ഇതിലെ ഏത് വാഹനമാ മക്കളെ വലുത്? ഏതാണ്? ഒന്ന് പറഞ്ഞ എല്ലാവരും. ഏതാണ്? വിമാനം. എല്ലാവരും മിടുക്കരാണല്ലോ. ടീച്ചർ കാണിച്ച ചിത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? എന്നാലേ മക്കളെ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. എല്ലാവരും മറുപടി പറയണേ. നോക്കി, ടീച്ചർ പറഞ്ഞില്ലേ ആകാശത്തിലൂടെ പോകുന്ന ചിറകുകളുള്ള ഒരു വാഹനം ഉണ്ടല്ലോ. ഏതാ വാഹനം? എല്ലാവരും ഒന്ന് ഉറക്കി പറഞ്ഞ്. ഏതാണ് മക്കളെ? ഏതാണ്? വിമാനമല്ലേ? ഏതാണ്? വിമാനം. എല്ലാവരും മിടുക്കരാണല്ലോ. എന്നാലേ വെള്ളത്തിലൂടെ തുഴയുപയോഗിച്ച് തുഴഞ്ഞു പോകുന്ന ഒരു വാഹനം ടീച്ചർ ചിത്രം കാണിച്ചു തന്നല്ലോ. ഏതാണ് ആ വാഹനം? ഏതാണ് മക്കളെ? വള്ളം. ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായല്ലേ? എന്നാലേ മക്കളെ ടീച്ചർ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളും ചിത്രങ്ങളും ഒക്കെ വീട്ടിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമല്ലേ? ഹായ് മക്കളെ, എല്ലാവർക്കും ടീച്ചർ കുറച്ച് വാഹനങ്ങളെ പരിചയപ്പെടുത്തി തന്നില്ലേ? എന്നാൽ ഇന്ന് ടീച്ചർ കുറച്ച് വാഹനങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവയെല്ലാം ഏതൊക്കെയാണെന്ന് ടീച്ചർ പരിചയപ്പെടുത്തി തരട്ടെ. എല്ലാവരും ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. എല്ലാവരും ഇങ്ങോട്ടൊക്കെ നോക്കിയോ മക്കളെ? നോക്കിക്കേ, ഇത് ഏതാണ് വാഹനം? എല്ലാവർക്കും ഇഷ്ടമുള്ള വാഹനമാണല്ലോ. ഏതാണ് മക്കളെ? ഓട്ടോറിക്ഷയാണല്ലേ? എല്ലാവരും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിട്ടില്ലേ? യാത്ര ചെയ്തിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ? ഓട്ടോറിക്ഷയിൽ നോക്കിക്കേ, ചക്രങ്ങൾ നോക്കിക്കേ. വലിയ ചക്രങ്ങളാണോ ചെറിയ ചക്രങ്ങളാണോ? ചെറിയ ചക്രങ്ങളാണല്ലേ? എന്നാൽ ടീച്ചർ വേറൊരു വാഹനത്തെ പരിചയപ്പെടുത്തി തരട്ടെ. എല്ലാവരും ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കിക്കേ മക്കളെ. ഇത് ഏതാ വാഹനം? ഏതാണ്? കാളവണ്ടിയാണ്. കാളവണ്ടി പണ്ട് കാലത്ത് യാത്ര ചെയ്തിരുന്ന ഒരു വാഹനമാണ്. എല്ലാവരും കാളവണ്ടിയുടെ ചക്രങ്ങളിലേക്ക് നോക്കിക്കേ. ചെറിയ ചക്രങ്ങളാണോ? അല്ലല്ലേ, വലിയ ചക്രങ്ങളാണ്. എന്നാൽ ടീച്ചർ വേറൊരു വാഹനത്തെ കൂടി പരിചയപ്പെടുത്തി തരട്ടെ. ഇത് ഏതാണ് വാഹനം മക്കളെ? ഏതാണ്? ലോറിയാണല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള വാഹനമല്ലേ ലോറി? ആണല്ലേ? ലോറി എല്ലാവരും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുമുണ്ട്. എല്ലാവരും ലോറിയുടെ ചക്രങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. ഓട്ടോറിക്ഷയുടെ ചക്രങ്ങൾ പോലെ ചെറിയ ചക്രങ്ങളാണോ? അല്ലല്ലേ, വലിയ ചക്രങ്ങളല്ലേ? എന്നാൽ ടീച്ചർ വേറൊരു വാഹനത്തെ കൂടി പരിചയപ്പെടുത്തി തരാം. ഏതാണ് വാഹനം? എല്ലാവരും ഈ വാഹനം കണ്ടിട്ടുണ്ടോ? ഇത് ട്രാക്ടറാണ്. ഏതാണ് മക്കളെ? ട്രാക്ടർ. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഏതാണ് വാഹനം? ട്രാക്ടർ. ട്രാക്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ?
ട്രാക്ടർ കൃഷിക്ക് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ട്രാക്ടറിൻ്റെ ചക്രങ്ങൾ നോക്കിക്കേ, വലിയ ചക്രങ്ങളല്ലേ? ആണല്ലേ? എല്ലാവർക്കും ഈ വാഹനം ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? എന്നാ ടീച്ചർ ഒരു വാഹനത്തെ കൂടി പരിചയപ്പെടുത്തി തരാം. ഏതാണ് വാഹനമെന്നല്ലേ? എല്ലാവരും ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഏതാണ് വാഹനം മക്കളെ? ഏതാണ്? ജീപ്പാണ്. ഏതാണ് മക്കളെ? ജീപ്പാണ്. ഏതാണ്? ജീപ്പാണ്. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഏതാണ്? ജീപ്പ്. എല്ലാവർക്കും ജീപ്പ് ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? എന്നാ ജീപ്പിന്റെ ചക്രങ്ങൾ നോക്കിക്കേ. ലോറിയുടെ ചക്രങ്ങൾ പോലെയാണോ? അല്ലല്ലേ, വ്യത്യാസമുണ്ടല്ലേ? എന്നാ ടീച്ചർ കുറച്ച് വാഹനങ്ങളുടെ ഒരു ചിത്രം കൂടി കാണിച്ചു തരട്ടെ. എല്ലാവരും ഇങ്ങോട്ടേക്കൊന്ന് നോക്കിക്കേ. ഈ ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണ്? നോക്കിക്കേ മക്കളെ, നമ്മുടെ വാഹനങ്ങളിലൊന്നും ചക്രങ്ങളില്ലല്ലേ? ചക്രങ്ങളെ നമ്മൾ വീലുകളെന്നും പറയില്ലേ? പറയുമല്ലേ? നോക്കിക്കേ, ഒരു വാഹനത്തിനും ചക്രങ്ങളേ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ചക്രങ്ങളുണ്ടെങ്കിലല്ലേ വാഹനങ്ങൾ മുന്നോട്ട് പോകൂ. അപ്പോൾ ടീച്ചർ കുറച്ച് ചക്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നും ഏതൊക്കെ വാഹനങ്ങളിലാണ് ചക്രങ്ങൾ ഉള്ളതെന്നും നമുക്കൊന്ന് നോക്കിയാലോ? നോക്കിക്കേ മക്കളെ, ടീച്ചർ കൊണ്ടുവന്ന ഈ ചക്രം ഏത് വാഹനത്തിൻ്റെതാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. ദേ, ട്രാക്ടറിൻ്റെതാണോ? അല്ലല്ലേ. നമുക്കെന്നാൽ ജീപ്പിൽ വെച്ച് നോക്കാം. ജീപ്പിൻ്റെ മുൻവശത്ത് വെച്ച് നോക്കിയാൽ അതുമല്ലല്ലേ. എന്നാൽ നമുക്ക് ജീപ്പിൻ്റെ ബേക്കിലായിട്ട് വെച്ച് നോക്കാം. നോക്കിക്കേ മക്കളെ, ജീപ്പിന് ഒരു ചക്രമായല്ലേ? എന്നാൽ ടീച്ചർ വേറൊരു ചക്രം എടുക്കട്ടെ. നോക്കിക്കേ, ഇത് ഏത് വാഹനത്തിൻ്റെ ചക്രമാണ്? നമുക്കൊന്ന് നോക്കിയാലോ? ഓട്ടോറിക്ഷയുടേതാണോ? അല്ലല്ലേ. നോക്കിക്കേ, ചക്രം ഓട്ടോറിക്ഷയുടെ ചക്രങ്ങളെക്കാളും വലിയ ചക്രമല്ലേ? അപ്പോൾ നമുക്ക് ലോറിയിലൊന്ന് നോക്കിയാലോ? നോക്കിക്കേ മക്കളെ, ലോറിയുടെ മുൻവശത്തെ ചക്രമാണ്. ലോറിക്ക് മുൻവശത്തെ ചക്രമായില്ലേ? എന്നാൽ നമുക്ക് അടുത്ത വേറൊരു ചക്രം ടീച്ചർ എടുക്കട്ടെ. നോക്കിക്കേ മക്കളെ, ഇത് ഏത് വാഹനത്തിൻ്റെ ചക്രമാണെന്ന്? ഇതെല്ലാവർക്കും അറിയാമല്ലേ? ഏത് വാഹനത്തിൻ്റെതാണ്? കാളവണ്ടിയുടേതാണ്. ഈ ചക്രം കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. എന്നാൽ നമുക്ക് കാളവണ്ടിയിൽ ചക്രങ്ങൾ ഒട്ടിച്ചാലോ? കാളവണ്ടിക്ക് ചക്രങ്ങളായില്ലേ? ആയല്ലേ. എന്നാൽ നമുക്ക് വേറൊരു ചക്രം ടീച്ചർ എടുക്കട്ടെ. നോക്കിക്കേ മക്കളെ, ഇത് ഏത് വാഹനത്തിൻ്റെ ചക്രമാണ്? ഏത് വാഹനത്തിൻ്റെതാണ്? നമുക്കൊന്ന് നോക്കിയാലോ? നോക്കിക്കേ, ട്രാക്ടറിൻ്റെതാണെന്ന് തോന്നുന്നു. നമുക്ക് ഘടിപ്പിച്ച് നോക്കാം. അല്ലല്ലേ. നമുക്ക് ട്രാക്ടറിന് ഒരു വീല് ടീച്ചർ ഘടിപ്പിച്ചു. ഇനി നമുക്ക് വേറൊരു ചക്രം എടുക്കട്ടെ ടീച്ചർ. നോക്കിക്കേ മക്കളെ, ഏത് വാഹനത്തിൻ്റെ ചക്രമാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. ഈ ചക്രം നമുക്ക് ഓട്ടോറിക്ഷയുടേതാണോ എന്ന് നോക്കാം. ഓട്ടോറിക്ഷയുടേതല്ല കേട്ടോ. നമുക്ക് ലോറിയുടെ ആണോ എന്ന് നോക്കാം. നോക്കിക്കേ മക്കളെ, ലോറിക്ക് 2 ചക്രങ്ങളുമായില്ലേ? ആയല്ലേ. നമുക്ക് ഇനിയും ചക്രങ്ങളുണ്ട്. അത് ഏതൊക്കെ വാഹനങ്ങളിലേതാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കിക്കേ, ഇത് ഏത് വാഹനത്തിൻ്റെ ചക്രമാണ്? മനസ്സിലായില്ലല്ലേ? നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം ഏത് വാഹനത്തിൻ്റെതാണെന്ന്. നോക്കിക്കേ, ജീപ്പിന് മുൻവശത്ത് ചക്രങ്ങളില്ല. നമുക്കിതൊന്ന് ഘടിപ്പിച്ച് നോക്കിയാലോ? ജീപ്പിന് 2 ചക്രങ്ങളുമായി അല്ലേ? ഇനിയും വാഹനങ്ങൾക്ക് ചക്രങ്ങളില്ല. ടീച്ചർ കുറച്ച് ചക്രങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് വെച്ച് നോക്കിയാലോ? നോക്കിക്കേ മക്കളെ, ഇത് ഏത് വാഹനത്തിൻ്റെതാണ്? ഏത് വാഹനത്തിൻ്റെതെന്ന് മനസ്സിലായോ? ഇല്ലല്ലേ. നമുക്ക് വാഹനങ്ങളിലൊന്ന് വച്ച് നോക്കാം. അപ്പോൾ ഏത് വാഹനത്തിൻ്റെതാണെന്ന് നമുക്ക് മനസ്സിലാകും. ട്രാക്ടറിന് പുറകുവശത്തെ ചക്രങ്ങളില്ല. നമുക്ക് അതൊന്ന് വച്ച് നോക്കിയാലോ? എല്ലാവരും ടീച്ചറിനോടൊപ്പം കൂടിക്കോളണേ. നോക്കിക്കേ മക്കളെ, ട്രാക്ടറിന് പുറകുവശത്തും ചക്രങ്ങളായി. എന്നാൽ ട്രാക്ടറിന് ഒരു ചക്രം കൂടിയുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? നോക്കിക്കേ മക്കളെ, ഒരു ചക്രം കൂടി ടീച്ചറിൻ്റെ കയ്യിലുണ്ട്.
അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് വെച്ച് നോക്കിയാലോ? കണ്ടില്ലേ മക്കളെ, ട്രാക്ടറിനും ചക്രങ്ങളായി. ഇനി ഏത് വാഹനത്തിനാണ് നമുക്ക് ചക്രങ്ങളില്ലാത്തേ? ഓട്ടോറിക്ഷയ്ക്കില്ലല്ലേ? ടീച്ചറിൻ്റെ 2 ചക്രങ്ങൾ കൂടിയുണ്ട്. അതൊന്ന് ഓട്ടോറിക്ഷയ്ക്ക് വെച്ച് നോക്കാം. നോക്കിക്കേ മക്കളെ, ഇത് ഓട്ടോറിക്ഷയുടെ ചക്രമല്ലേ? നമുക്ക് ഓട്ടോറിക്ഷയിൽ ടീച്ചർ ദേ വച്ച് നോക്കുകയാണ്. ഓട്ടോറിക്ഷയുടെ പുറകിലെ ചക്രങ്ങളായി. ഇനി ഒരു ചക്രം കൂടി ടീച്ചറിൻ്റെ കയ്യിലുണ്ട്. ഇത് നമുക്കൊന്ന് വച്ച് നോക്കിയാലോ? നോക്കിക്കേ മക്കളെ, നമ്മുടെ വാഹനങ്ങളിലെല്ലാം ചക്രങ്ങളായില്ലേ? നോക്കിക്കേ മക്കളെ, ഈ വാഹനങ്ങളിലുള്ളതുപോലെ എല്ലാ ചക്രങ്ങളും ഈ വാഹനങ്ങൾക്കും കിട്ടിയില്ലേ? ഇനി ഈ വാഹനങ്ങളും ഓടാൻ വേണ്ടി പറ്റില്ലേ? ചക്രങ്ങളുണ്ടെങ്കിലേ നമുക്ക് വാഹനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി എല്ലാവരും വാഹനങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ചക്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി? എന്നാൽ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം. പ്രിയ രക്ഷിതാക്കളെ, ഓരോ കുട്ടിയും വ്യത്യസ്തരാകുന്നത് പോലെ ഓരോ കുട്ടിയുടെ കഴിവുകളും വ്യത്യസ്തമാണ്. അവ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതായിരിക്കണം കുഞ്ഞിൻ്റെ ശൈശവകാല വിദ്യാഭ്യാസം. വാഹനങ്ങൾ എന്ന തീമിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഇന്നത്തെ പരിപാടിയിൽ ഒരു കഥാഗാനമാണ് നമ്മൾ ആദ്യം കേട്ടത്. കുട്ടിയുടെ ഭാവനയും ജിജ്ഞാസയും വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രവർത്തനമാണ് കഥ. അവ ആകട്ടെ ആസ്വദിച്ച് പാടിക്കളിക്കുകയാണെങ്കിൽ അത് കുഞ്ഞിനെ സംബന്ധിച്ച് കൂടുതൽ രസകരമായിരിക്കും. വാക്കുകളുടെ കൂടിച്ചേരൽ പ്രാപ്തമാക്കുന്ന ഇത്തരം കഥാഗാനങ്ങൾ കുഞ്ഞുങ്ങളുടെ ഭാഷാവികാസത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനമാണ്. അടുത്തതായി വാഹനങ്ങളുടെ സാമവ്യത്യാസമാണ് ടീച്ചർ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. ഈ പ്രവൃത്തിയിലൂടെ ചുറ്റുപാടുമുള്ള വിവിധ വാഹനങ്ങൾ, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അവയുടെ ആകൃതി വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും ടീച്ചർ കുഞ്ഞുങ്ങൾക്ക് വിശദീകരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ, ധാരണ എന്നിവയ്ക്കൊപ്പം ബുദ്ധിവികാസം കൂടി പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ. കുഞ്ഞുങ്ങളുടെ ബഹുമുഖ വികാസങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ശാസ്ത്രീയമായി തയ്യാറാക്കിയ ഈ പരിപാടികൾ കാണുവാൻ നാളെയും എത്തുമല്ലോ. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.